किस किस को बताएं जुदाई का सबब हम തന്നോട് ഒത്തുചേർന്ന് സഞ്ചരിച്ചവൾ അകന്നു പോകുമ്പോഴുണ്ടാകുന്ന മനോവേദന അത് വളരെ വലുതാണ്. നീ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും എൻ്റെ അരികിൽ വന്നിരിക്കുന്നു എന്നുള്ള സാമീപ്യം ഉണ്ടാക്കുന്ന ഒരു ആനന്ദവും. രണ്ടുപേർ പിരിയുമ്പോൾ അവർക്ക് മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. സമൂഹം അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിനി ആരോടൊക്കെ ബോധിപ്പിക്കേണ്ടി വരും നമ്മളുടെ വേർപാടിൻ്റെ കാരണം? ആ കാരണം ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. അത് നിനക്കും എനിക്കും ഒരുപോലെ പ്രയാസകരമല്ലേ? പര്യായത്തിലേക്ക് സ്വാഗതം. പ്രണയം, വേർപാട്, അതിൻ്റെ വേദന, ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഈ വേർപിരിച്ചൽ എന്ന് പറയുന്നത് പല സംഗതികളിലും പല സന്ദർഭങ്ങളിലും രണ്ടുപേർ ചേർന്ന് എടുക്കുന്ന തീരുമാനമായിക്കൊള്ളണമെന്നില്ല. അതിലേതെങ്കിലും ഒരാളുടെ മാത്രം താല്പര്യം കൊണ്ടായിരിക്കാം ഈ വേർപിരിയൽ നടക്കുന്നത്. മറ്റേയാൾ ഒരുപക്ഷെ അയാളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് ആ വേർപിരിയലിന് ഒരു സമ്മതം മൂളുന്നു എന്ന് മാത്രം. തന്നോട് ഒത്തുചേർന്ന് സഞ്ചരിച്ചവൾ, തൻ്റെ സന്തോഷ സന്താപ സമയങ്ങളിൽ കൂടെ ഉണ്ടായിരുന്നവൾ അകന്നു പോകുമ്പോഴുണ്ടാകുന്ന മനോവേദന അത് വളരെ വലുതാണ്. ഒരു കാലത്ത് ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് ആളുകൾക്ക് മുമ്പിൽ മാതൃകയായി ജീവിച്ച ആളുകൾ ഏതെങ്കിലും ചില നിമിഷങ്ങളുടെ പേരിൽ വിട്ടകന്നു പോകുമ്പോൾ രണ്ടുപേർ മാത്രമല്ല പിരിഞ്ഞു പോകുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവരാരെയൊക്കെ ബോധിപ്പിക്കേണ്ടി വരും? വലിയൊരു വിഷയമാണ്. അഹമ്മദ് ഫറാസ് ഈ വിഷയത്തെ തൻ്റെ ഗസലിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട്. രഞ്ജിഷ് ഹി സഹി ദിൽ ഹി ദുഖാനെ കെ ലിയെ ആ ഫിർ സെ മുझे छोड़ के जाने के लिए आ. दिल ही दुखाने फिर से मुझे छोड़ के जाने രഞ്ജിഷ് ഹി സഹി, നീ എന്നോട് വിരോധത്തിലാണ്, നീ എന്നോട് ക്രോധത്തിലാണ്, ദേഷ്യത്തിലാണ്, ശരി, സമ്മതിച്ചു. ദിൽ ഹി ദുഖാനെ കെ ലിയെ ആ, നിനക്കെന്റെ ഹൃദയം വേദനിപ്പിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? അത് വേദന അധികരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അതിനെ വേദനിപ്പിക്കാനാണെങ്കിലും ഒന്ന് വാ, എൻ്റെ അരികിലേക്കൊന്ന് വാ. ആ ഫിർ സെ മുझे छोड़ के जाने के लिए ആ, വന്ന് എന്നെ വീണ്ടും ഉപേക്ഷിച്ചു പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും നീ ഒന്ന് വാ. വല്ലാത്തൊരു പ്രയോഗമാണത്. നിന്റെ സാമീപ്യമാണ് അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കവി പറഞ്ഞു വെക്കുകയാണ്. ആ കാമുക ഹൃദയത്തെ വരച്ചിടുക. നീ അവനോട് ദേഷ്യത്തിലാണ്, നീ എന്നോട് ദേഷ്യത്തിലാണ്, എന്നെ വേദനിപ്പിക്കാനാണ് നിനക്ക് താല്പര്യം, ശരി, ഒക്കെ ശരിയാണ്. നീ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും എൻ്റെ അരികിൽ വന്നിരിക്കുന്നു എന്നുള്ള സാമീപ്യം ഉണ്ടാക്കുന്ന ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം വേറെ എവിടുന്നും കിട്ടൂല. അതുകൊണ്ട് ദിൽ ഹി ദുഖാനെ കെ ലിയെ ആ, നീ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് വരൂ, അതിനാണെങ്കിലും വരൂ. ആ ഫിർ സെ മുझे छोड़ के जाने के लिए ആ, വന്ന് എന്നെ വേദനിപ്പിച്ച് എന്നെ ഉപേക്ഷിച്ച് തിരികെ പോകാൻ വേണ്ടി ആണെങ്കിൽ പോലും നീ ഒന്ന് വാ. ആ വരവ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ വരവ് അത്രമേൽ പ്രിയപ്പെട്ടതാണ് എനിക്ക് എന്നാണ് ആ കാമുക ഹൃദയം പറഞ്ഞു. നമ്മുടെ സമൂഹം ചിന്തിക്കുന്നൊരു വഴിയുണ്ട്. രണ്ടുപേർ പിരിയുമ്പോൾ അവർക്ക് മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. വെറും ചോദ്യങ്ങളല്ല, നിങ്ങൾ എന്തുകൊണ്ട് പിരിയുന്നു, എന്തിന് പിരിയുന്നു, ഇത് പലരെയും ബോധ്യപ്പെടുത്തേണ്ടി വരും. ചിലപ്പോൾ നുണ പറയേണ്ടി വരും, ചിലപ്പോൾ ശരികൾ മാത്രം പറയേണ്ടി വരും. അതിന് ചിലപ്പോൾ കയ്പുനീരിൻ്റെ രസമായിരിക്കും ഉണ്ടാവുക. എന്ത് ചെയ്യും? ആരെ ബോധ്യപ്പെടുത്തും? എന്തിനാണ് ഈ ബോധ്യപ്പെടുത്തൽ? പക്ഷെ സമൂഹം അങ്ങനെയാണ്. സമൂഹം അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അവിടെയാണ് ഫറാസ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഈരടി പ്രയോഗിക്കുന്നത്. കിസ് കിസിക്കോ ബത്തായെങ്കെ
जुदाई का सबब हम, तू मुझसे खफा है तो जमाने के लिए आ। किस किस को बताए जुदाई का सबब हम, കിസ് കിസ്കോ ബതായെങ്കെ ജുദായി കാ സബബ് ഹം. നമ്മൾ ഇനി ആരോടൊക്കെ ബോധിപ്പിക്കേണ്ടി വരും നമ്മളുടെ വേർപാടിന്റെ കാരണം? का सबब हम, किस किस को किस किस को किस किस को बताए जुदाई का सबब हम, किस किस को बताएंगे जुदाई का सबब हम, तो मुझे तो मुझे से खफा है तो ज़माने के लिए നമുക്കങ്ങനെ വേർപിരിഞ്ഞ് അങ്ങ് പോയാൽ പോരാ. ആ പോകുന്ന പോക്കിൽ കാണുന്ന ആളുകളോട് മുഴുവൻ എന്തിനു പിരിയുന്നു എന്ന് നമ്മൾ ബോധിപ്പിക്കേണ്ടി വരും. അതിനാവൂല. അതിന് ചിലപ്പോൾ നിന്നെ വേദനിപ്പിക്കുന്ന സത്യങ്ങൾ, ചിലപ്പോൾ നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചില നുണകൾ ഞാൻ പറയേണ്ടി വരും. അത് പ്രയാസകരമല്ലേ? അത് നിനക്കും എനിക്കും ഒരുപോലെ പ്രയാസകരമല്ലേ? അതവിടെ നിൽക്കട്ടെ. പിരിച്ചിൽ നമുക്ക് പിരിയാം, പക്ഷെ ഇടക്ക് വന്നു പോയിക്കൊണ്ടിരിക്കും. തൂ മുജിസെ ഖഫാ ഹെ, നീ എന്നോട് ദേഷ്യത്തിലാണ്, എന്നോട് വളരെ കോപത്തിലാണ്. ശരിയാണ്. തോ സമാനെ കെലിയ, എനിക്ക് വേണ്ടി നീ വരണ്ട. ഈ ലോകരെ ബോധ്യപ്പെടുത്താൻ, ഈ മാലോകരെ ബോധ്യപ്പെടുത്താൻ. പ്രിയപ്പെട്ടവളെ, നീ എൻ്റെ അരികിലേക്കൊന്ന് വന്നിരിക്കും. എൻ്റെ അടുക്കേക്ക് ഇടക്കെങ്കിലും വരൂ. ഒരു സാമൂഹിക അരക്ഷിതാവസ്ഥ നേരിടുന്ന ഒരു പുരുഷ മനസ്സിൻ്റെ, ഒരു കാമുക മനസ്സിൻ്റെ വ്യഥയാണ് യഥാർത്ഥത്തിൽ അഹമ്മദ് ഫറാസ് ഈ ഈരടിയിൽ വരച്ചിടുന്നു. നമുക്കങ്ങനെ വെറുതെ പിരിഞ്ഞു പോകാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഒരു വേർപിരിച്ചിലും അങ്ങനെ വെറുതെ പിരിഞ്ഞു പോകാൻ കഴിയില്ല. ആളുകളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് മുമ്പിൽ കാരണങ്ങൾ വേണ്ടിവരും. ആ കാരണം ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. നിനക്കെന്നോട് ദേഷ്യമാണ് എന്നുള്ളത് ശരി, പക്ഷെ ഈ കാരണങ്ങൾ ഞാൻ ആരോടൊക്കെ ബോധിപ്പിക്കണം, നമ്മൾ ആരോടൊക്കെ ബോധിപ്പിക്കണം. അപ്പൊ അത് ഭയന്നുകൊണ്ട് ഈ ലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ രണ്ടും ഇപ്പോഴും ഒരുമിച്ചാണെന്ന് അവർ വെറുതെ കരുതിക്കോട്ടെ. അതിനു വേണ്ടിയാണെങ്കിലും പ്രിയപ്പെട്ടവളെ, നീ ഒന്ന് വാ എന്നാണ് ഈ ഗസലിൽ, ഈ ഈരടിയിൽ അഹമ്മദ് ഫറാസ് സൂചിപ്പിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ഗസലാണ്. അത് വളരെ മനോഹരമായി തന്നെ മെഹദി സാബ് ആളുകളുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുമുണ്ട്. ഇതിൽ വേറെയും ഈരടികളുണ്ട്. നമുക്ക് അത് മറ്റൊരു അവസരത്തിൽ തീർച്ചയായും ചർച്ചക്കെടുക്കാം. ഏറെ നന്ദി. से खफा है तो ज़माने के लिए रंजिश सहे